ഹലോ. കഴിഞ്ഞ വീഡിയോസിൽ ഒത്തിരി പേര് ഇങ്ങനെ ചോദിച്ചൊരു കാര്യമാണ്, ജർമ്മനി വരാൻ ജർമ്മൻ ലാംഗ്വേജ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണോ? അത് ജർമ്മനിയിൽ ഇവിടെ സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ സ്റ്റേ അല്ല, നമുക്കിവിടെ നിൽക്കണമെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഇപ്പം മാസ്റ്റേഴ്സ് ബാച്ചിലേഴ്സ് പഠിക്കുന്ന സ്റ്റുഡൻസ് അവിടെ നിന്ന് കയറി പറയും, ഏജൻസിക്കാർ പറയും ക്ലാസ് ഇംഗ്ലീഷിലാണ്, നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജ് ഉണ്ട്, IELTS മതി എന്ന് പറയും. അപ്പോൾ ആ ഒരു ഇതിൽ സ്റ്റുഡൻസ് എല്ലാവരും തന്നെ ജർമ്മൻ ലാംഗ്വേജ് ഇല്ലാതെ കയറിപ്പോരും. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ ഈ ഹൗസ് ബിൽഡിംഗ് പഠിക്കുന്ന പിള്ളേർക്ക് കുഴപ്പമില്ല, ജർമ്മൻ ലാംഗ്വേജ് വെച്ചാണ് അവർ കയറി വരുന്നത്. അതല്ലാതെ ഈ സ്റ്റുഡൻറ്റ് വിസ, അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി കാർഡ്, പിന്നെയുള്ള ജോബ് സീക്കർ വിസ, അതിനൊക്കെ നിങ്ങൾ വരുമ്പം അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു B1 B2 ലെവലിലുള്ള ലാംഗ്വേജ് പ്രൊഫഷൻസി എങ്കിലും എടുത്തിട്ടേ നിങ്ങളങ്ങ് വരാവുള്ളൂ. കാരണം ഇവിടെ വന്നിട്ട് ഒരു പാർട്ട് ടൈം ആണെങ്കിൽ പോലും, ഈവൻ ഒരു തുണിക്കട തൊട്ട് റെസ്റ്റോറൻറ്റ് വരെ ഏത് കട എടുത്താലും അവർ മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾക്ക് ജർമ്മൻ അറിയാവോ എന്ന് ഉറപ്പായിട്ട് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് ജർമ്മനിക്ക് വരാൻ നിൽക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ലാംഗ്വേജ് ഉറപ്പായിട്ടും പഠിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു B1 B2 ലെവലിലുള്ള പ്രൊഫഷൻസി നിങ്ങൾ എടുത്തിരിക്കണം. പിന്നെ ഇവിടെ വന്നിട്ട് ഏത് കാര്യത്തിനാണേലും, എല്ലാ കാര്യത്തിനും, ഇപ്പോൾ നമ്മൾ കടയിൽ പോയി സാധനം മേടിക്കണേലും എല്ലാ കാര്യത്തിനും ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ലാംഗ്വേജ് വേണ്ട എന്നുള്ളൊരു ചിന്ത ആരും എടുക്കരുത്. ലാംഗ്വേജ് ജർമ്മനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.